ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചെറുപയർ പരിപ്പ് സാമ്പാറാണ് കേട്ടോ. അടിപൊളി സാമ്പാറാണ്. നമ്മൾ തുവരപ്പരിപ്പിൻ്റെ സാമ്പാർ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് ഇതിനെ പറയുള്ളൂ. അത് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. കാരണം ചെറുപയർ പരിപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇനി അത് സാമ്പാറായിട്ട് കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് 3/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നു വെച്ചു. പിന്നെ പച്ചക്കറികൾ നമ്മുടെ കയ്യിൽ ഏതുള്ളത് അതെടുക്കുക. ഇവിടെ ഇപ്പോൾ മത്തങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, സവാള, തക്കാളി അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഇട്ടുള്ളൂ. വേറെ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. അപ്പോൾ ഈ സാമ്പാറെന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പിൻ്റെ സാമ്പാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മൾ തുവരപ്പരിപ്പ് കൊണ്ടോ പീസ് പരിപ്പ് കൊണ്ടോ ഒക്കെ സാമ്പാർ ഉണ്ടാക്കും. പരിപ്പില്ലാതെ സാമ്പാർ ഉണ്ടാക്കും. പക്ഷേ ഈ ചെറുപയർ പരിപ്പിൻ്റെ സാമ്പാർ അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. UK എന്നുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഇട്ടത്. ആ കുട്ടി നമ്മുടെ പഴയ വീഡിയോ എടുത്തിട്ട്, ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 10 മാസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഏറ്റവും മുമ്പുള്ള വീഡിയോ ആണ്. അന്നൊക്കെ നമ്മൾ ഷോർട്ടൊക്കെ അല്ലേ ഇടുക. അന്നത്തെ വീഡിയോ ഒക്കെ അത്ര ക്ലാരിറ്റി അങ്ങനെയൊന്നും എടുക്കാനൊന്നും അറിയാത്ത സമയത്തല്ലേ അന്നത്തെ വീഡിയോസൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ അതിലൊരു സാമ്പാറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അത് കണ്ടിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താ പറയുക, തേങ്ങ ചേർക്കാത്ത സാമ്പാറിൻ്റെ റെസിപ്പി ഇടുമെന്ന്. അവർക്ക് അവിടെ തേങ്ങ കിട്ടാനൊക്കെ പാടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണു. ഇത് തേങ്ങയില്ലാത്ത സാമ്പാറാണ്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പാണ്. അപ്പോൾ തുവരപ്പരിപ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു കേമനാണ് ചെറുപയർ പരിപ്പ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏത് വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പത്തിൽ ഇടാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിടാം. സാമ്പാറിന് കട്ടി കൂടുതൽ വേണമെങ്കിൽ ഈ 3/4 കപ്പ് എടുക്കുക. ഇനി ലൂസായിട്ട് കിടക്കണമെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. പരിപ്പ് ചെറുപയർ പരിപ്പിന് എപ്പോഴും മറ്റേ പരിപ്പിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ കൊഴുപ്പുണ്ടാവും. ഇവിടെ ഇങ്ങനെ നല്ല കൊഴുത്ത സാമ്പാറാണ് ഇഷ്ടം. ലൂസിൽ ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് 3/4 കപ്പ് പരിപ്പ് എടുത്തത്. ഇനി കട്ടി കുറഞ്ഞിട്ടാൽ മതിയെങ്കിൽ 1/2 കപ്പ് പരിപ്പ് എടുത്താൽ മതി കേട്ടോ. നമ്മൾ സാമ്പാർ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുത്തു. കഴുകി വെച്ച പരിപ്പാണ്, ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഇടയ്ക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഏത് പരിപ്പാണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് വേറെ വേവിക്കുക, കഷ്ണങ്ങൾ വേറെ വേവിക്കുക, അങ്ങനെ ഒന്നും വേണ്ട. എളുപ്പത്തിൽ നമുക്ക് സാമ്പാറിനോ ദോശയ്ക്കോ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇപ്പോൾ ചെറുപയർ പരിപ്പില്ലെങ്കിൽ ഇതേപോലെ തന്നെ തുവരപ്പരിപ്പോ അല്ലെങ്കിൽ പീസ് പരിപ്പോ ഏത് പരിപ്പ് വേണമെങ്കിലും ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു മസൂർ ദാൽ ഇഡ്ഡലി അത് ഇട്ടിട്ടായാലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇതുപോലെ തന്നെ.
അതിലേക്ക് മഞ്ഞൾപ്പൊടി, അത് നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കണം അത്ര വെള്ളം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എത്ര പരിപ്പ് എത്ര കഷ്ണങ്ങൾ എടുക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിന്നാൽ മതി കഷ്ണങ്ങളിൽ വെള്ളം. അതെന്നിട്ട് ഒരു വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിലിൽ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആകെ എല്ലാം വെന്തുടയും. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചൂടുള്ള വെള്ളം, തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല, അത് ഒഴിച്ച് അവിടെ വയ്ക്കുക. അപ്പോൾ പിഴിയാൻ നമുക്ക് നല്ല എളുപ്പമാവും. അപ്പോൾ അതേ ഒരു വിസിൽ വന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ ഇതുപോലെ കണ്ട കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ, പരിപ്പ് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വേറെ വേവിക്കാനോ കഷ്ണങ്ങൾ വേറെ വേവിക്കാനോ ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല. അതിലൊരു കഷ്ണം കായം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കായത്തിൻ്റെ കാര്യം പറയാൻ മറന്നു, ചെറിയ കഷ്ണം കായം. പിന്നെ നമ്മളിത് വറുത്തിടാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതാണ് ഇതിൻ്റെ പാകം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടെ ഒരു നുള്ളും കൂടെ ചേർത്തു. നമ്മൾ മറ്റേതിൽ പരിപ്പിൽ ചേർത്തതാണ്, അതിൽ കുറച്ചും കൂടെ. ഇപ്പം നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പൊടികളിട്ടത്. ഇനി ഇതേ ഓൺ ചെയ്തു. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സിമ്മിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കൂട്ടി വയ്ക്കേണ്ട. പിന്നെ നമ്മൾ ആ പുളിവെള്ളം കൂടെ ഒഴിക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചോ. അപ്പോൾ ആ ചൂടിൽ, നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ള ചൂടിലാണ് മുളകും മല്ലിയൊക്കെ മൂക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പുളിയിലേക്ക്, പരിപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്, അത് അധികം ആവില്ല. ഈ പുളി ഒഴിച്ചാൽ ഉപ്പ് കുറയും. അതിൻ്റെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ പരിപ്പ് പച്ചക്കറികളും വേവിച്ച് വെച്ചത് അതിൽ ചേർക്കുക. ഇത് നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ. ഇവിടെ അങ്ങനത്തെ സാമ്പാറാണ് ഇഷ്ടം. ഇവിടെ ലൂസ് പോലെ കിടക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൂസ് ഏതാണ്, നമുക്ക് ഏത് പാകത്തിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഈ പുളി ഇത്ര അളവിൽ സാമ്പാറിന് ഇത്ര പുളി പാകമാണ് കേട്ടോ. ഇനി പുളി കുറവ് ആവശ്യമുള്ളവരാണെങ്കിൽ അതിനേലും കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത് ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ തിളപ്പിക്കുമ്പോൾ വെള്ളം വറ്റില്ലേ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തു. ഇനി ഒന്ന് തിളച്ച് വരട്ടെ, മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പരിപ്പൊക്കെ ഇങ്ങനെ പിടിക്കും കേട്ടോ. അങ്ങനെ ചെറുപയർ പരിപ്പിന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ് ഇളക്കുമ്പോൾ ഒരു തടസ്സം പോലെ തോന്നുന്നത്, കണ്ടില്ലേ. പക്ഷെ കരിയില്ല കേട്ടോ, കരിഞ്ഞിട്ടില്ല. നമ്മൾ ഈ 5 മിനിറ്റ് അടച്ചിട്ടാലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കിക്കോ, കുഴപ്പമില്ല. പരിപ്പ് ഇങ്ങനെ അടി പിടിക്കാണ്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ അടിയിൽ കട്ട കിടക്കണ പരിപ്പൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ലൂസാക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ പിടിക്കെടുക്കും. ഇത് ചെറുപയർ പരിപ്പിൻ്റെ ഒരു ഇതാണ്, സ്വഭാവമാണ്. അങ്ങനെ വേഗം അടിയിൽ പിടിക്കും. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ്. നല്ല മണം വരും. ഇനി ഇതിൽ കുറച്ച് നേരത്തെ നമ്മൾ കട്ടിയുള്ള കായല്ലേ കുറച്ചിട്ട് കൊടുത്തത്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ മല്ലിയില മസ്റ്റാണ്. ഇതിൽ മല്ലിയില ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. മല്ലിയില നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ചേർക്കാം. ഇവിടെ ഇപ്പോൾ 2 പിടി ചേർത്തിട്ടുണ്ട് മല്ലിയില. അതുകൂടെ കഴിഞ്ഞ് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. നേരത്തെ ഒരു ചെറിയ കഷ്ണം കായം, നമ്മൾ കട്ടിയുള്ള കായം പരിപ്പ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഇനി അടച്ച് വയ്ക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. നല്ല മണം ഉള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഈ ചെറുപയർ പരിപ്പ് കൊണ്ടൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി സാമ്പാറാണ്, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ബൈ.